ഡ്രാഗൺ ഫ്രൂട്ട് മല്ലപ്പള്ളിയിൽ വ്യാപകമായി വിളഞ്ഞു. ചെങ്ങന്നൂർ വാളൻപറമ്പിൽ പോൾ ബെഹനാന്റെ വീട്ടുമുറ്റത്താണ് വ്യവസായ അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്താൻ പറ്റുന്ന വിധം വിളഞ്ഞ് കിടക്കുന്നത്. ഉഷ്ണ മേഖലകളിൽ കൃഷി ചെയ്യുന്നതും എന്നാൽ കേരളത്തിൽ പ്രചാരം ആയി വരുന്നതുമായ മെക്സിക്കൻ ഫലസസ്യമായ ഡ്രാഗൺ ഫ്രൂട്ടാണ് മല്ലപ്പള്ളി തിരുവല്ല റോഡിൽ ചെങ്ങന്നൂർ ബി.എഡ് കോളേജിന് സമീപം വാളൻപറമ്പിൽ പോൾ ബെഹനാൻ തന്റെ വീടിന്റെ പരിസരത്ത് വ്യാപകമായി കൃഷി ചെയ്തിരിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ മധുരക്കള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിദേശി ഫലത്തിന് ഇപ്പോൾ കേരള മാർക്കറ്റുകളിൽ വൻ പ്രചാരമാണുള്ളത്. പോൾ ബെഹനാനും ഭാര്യ ലില്ലിയും തങ്ങളുടെ വീടിന് മുൻവശത്ത് തരിശായി കിടന്ന സ്ഥലത്ത് നേരം പോക്കിനായി നട്ട ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി സജ്ജമായി കിടക്കുന്നത്. പരിചരണം കാര്യമായി വേണ്ട എങ്കിലും പോളും ഭാര്യ ലില്ലിയും ഇവയെ ഇടവേളകളിൽ പരിചരിക്കാനായി ഇറങ്ങും. മെക്സിക്കൻ ഫലമാണെങ്കിലും വിയറ്റ്നാമിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് ഇതിൻ്റെ പുഷ്പങ്ങളാണ്. ആ പുഷ്പങ്ങളുടെ ആകർഷണീയതയ്ക്കൊപ്പം നല്ല സുഗന്ധവും ഇവ പരത്തും. വൈകുന്നേരങ്ങളിലാണ് ഇതിൻ്റെ പുഷ്പങ്ങൾ വിടരുന്നത്. 20 മുതൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടിൽ നന്നായി വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വിവിധ നിറങ്ങളിലുമുണ്ട്. പോൾ ബെഹനാന്റെ തോട്ടത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വാടാമുല്ല കളറിൽ ഉള്ളതാണ്. വിത്ത് പാകിയും തണ്ടു മുറിച്ചിട്ടും വളർത്തുന്ന ഇവയ്ക്ക് 20 വർഷത്തോളം ആയുസ്സാണുള്ളത്. 100 കിലോഗ്രാം വരെ തൂക്കം വരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളായ കാരണം കോൺക്രീറ്റ് തൂണിലോ കരിങ്കൽ തൂണിലോ ആണ് പടർത്തുന്നത്. പോൾ ലില്ലി ദമ്പതികളുടെ തോട്ടത്തിൽ 50 തൂണുകളിൽ 200ഓളം ഡ്രാഗൺ ഫ്രൂട്ടുകളാണ് വളരുന്നത്. ഇവ നട്ട് 8 മാസങ്ങൾക്കുള്ളിൽ ഫലങ്ങൾ ലഭിച്ചു തുടങ്ങിയെന്ന പ്രത്യേകതയുമുണ്ട്. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസങ്ങളിലാണ് ഇവ പൂക്കുകയും ഫലം ലഭിക്കുകയും ചെയ്യുന്നത്. ഒരു മൂടിൽ നിന്ന് വർഷത്തിൽ 5-6 വിളവ് ലഭിക്കുന്ന കാരണം ചിലവ് അധികമില്ലാതെയും പരിപാലനം ആവശ്യമില്ലാതെയും നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും സാധിക്കും. മല്ലപ്പള്ളിയുടെ മണ്ണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് അനുയോജ്യമായ സ്ഥിതിക്ക് തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവ കൃഷി ചെയ്താൽ നല്ല ആദായം ലഭിക്കുകയും മനസ്സിന് കുളിർമ ലഭിക്കുകയും ചെയ്യും.